കഴിഞ്ഞ ദിവസം അടൂര് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന മാങ്ങ ഇട്ടത്. എന്നാൽ പിന്നെ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് മുറിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ആഹൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അച്ചാറിടാനും കൊള്ളത്തില്ല. ഇങ്ങനെ നമുക്ക് പച്ചയ്ക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ശീതുട്ടിക്ക് ഒരു പീസ് മാങ്ങ കിട്ടിയപ്പോൾ അതുകൊണ്ട് നേരെ വീടിനകത്തേക്ക് ഓടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. ഇനി അങ്ങോട്ട് ചൂടൊന്നും ഇല്ലല്ലോ. ഇനി 3-4 മാസത്തേക്ക് നല്ല മഴയായിരിക്കും. തുണികളൊന്നും അലക്കിയിട്ടാൽ ഉണങ്ങി കിട്ടുന്ന കാര്യമാണ് പാടല്ലേ. വാഷിംഗ് മെഷീൻ എവിടെ? അതിലിപ്പോൾ അലക്കാറില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ മാത്രമാണ് ഞാനിപ്പോൾ അലക്കാറുള്ളത്. കാരണം ഇതിനകത്ത് ഇട്ടാൽ മാത്രം നന്നായിട്ട് ഉണങ്ങി കിട്ടാറുള്ളത്. എന്റെ കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ മേടിച്ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കാൻ തോന്നുന്നുണ്ടേ. അരിക്കലത്തിനകത്ത് എന്തെങ്കിലും അമ്മ പാത്ത് വെച്ചിട്ടുണ്ടാവും കുറയ്ക്കാനെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്ന ഒരു ആത്തച്ചക്ക നന്നായിട്ട് പഴുത്തിരിക്കുന്നു. ഇന്നത് നോക്കിയില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ട് അത് അവിടെ ഇരുന്ന് പുഴുവായനെ. പണ്ടൊക്കെ ഈ ആത്തച്ചക്ക നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം മാത്രം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ ഒരിടത്തും കാണാനില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഈ സാധനം? ഇപ്പൊ പിന്നെ ഒന്നും നട്ട് പരിപാലിച്ച് കഴിക്കുന്ന പരിപാടി ഇല്ലല്ലോ. കംപ്ലീറ്റ് കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ കഴിക്കാറല്ലേ. ശീതുട്ടി രാവിലെ കളരിപ്പറ്റി പ്രാക്ടീസ് ചെയ്ത് 2 എനിക്കും കിട്ടിയിട്ടുണ്ട് ആ വടി വെച്ച്. വീട്ടിലെ മൂത്ത വാഴ എന്നെ കൊണ്ടൊരു ഉപയോഗം ഇല്ലെങ്കിലും വേണ്ട വീട്ടിലെ വാഴ കൊലച്ചിട്ടുണ്ടെന്നാണ് അമ്മയും അച്ഛനും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേട്ടാ. അതല്ലെങ്കിലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലല്ലോ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറയണം സാരമില്ല, ഞാൻ കണ്ണാടി വെച്ച് നടന്നോളാം. എക്സ്ക്യൂസ് മീ മദർ, കണ്ണില്ലെങ്കിൽ കണ്ണടയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടെ ഭയങ്കര പണിയിലായതുകൊണ്ട് അത് ചോദിച്ച് വെറുതെ കയ്യിലിരിക്കുന്ന തല്ല് മേടിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഈ മഴ തുടങ്ങിയപ്പോ തന്നെ കൃത്യമായിട്ട് തേങ്ങ പൊട്ടിച്ച് ഉണക്കായിടുന്ന എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് നിങ്ങൾ കാണാതിരിക്കല്ലേ. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.